അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ പണിപ്പുരയിലാണെന്നുള്ള കാര്യം. അപ്പം ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ആ വീഡിയോ ആണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു 2 ദിവസത്തേക്ക് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. എന്നിട്ട് തിരിച്ച് വരാം. എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ആ ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ തകിടം മറിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒരു കേക്ക് മുറിയിൽ മാത്രം കൊണ്ടുവന്ന് അത് എത്തിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടിയിലുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അതിരമ്പുഴയിലുള്ള കേക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നായിരുന്നു കേട്ടോ. അടിപൊളി കേക്കായിരുന്നേ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കണ്ടില്ലേ, കുഞ്ഞിപ്പെണ്ണിൻ്റെ സാന്നിധ്യത്തിലാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാള് പൊതുവെ ഗിഫ്റ്റ് തരാൻ മടിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. അതായത് സർപ്രൈസായിട്ട് ഇനി ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിയാലും അത് സർപ്രൈസ് തരാൻ നിന്നാലും ആദ്യമേ വന്നിട്ട് എന്നോട് പറയും, ഞാൻ നിനക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നിനക്കത് ചേരുമോ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പൊതുവേ അങ്ങനെ ആൾ ഗിഫ്റ്റ് തരാത്തതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ആ ചുരിദാർ കണ്ടില്ലേ, അതും ബാക്കി കുറച്ച് ഐറ്റംസ് കൂടെയാണ് മാളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം കയ്യിൽപ്പടയിൽ ഒരു സംഭവം റെഡിയാക്കി മാളിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഒട്ടും മടിച്ചില്ല. ഒരു ബോട്ടിലാട്ട് തന്നെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോട്ടിലാട്ടും ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒരു പാൻറ്റ്സും അതായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ അച്ഛനോട് കൂടി നമുക്ക് 2 പേർക്ക് കൂടെ ഓരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കല്യാണം നടന്നതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഇൻ്റർകാസ്റ്റ് ആണ്. അത് കൂടാതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു മാരേജ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ. അപ്പം എൻ്റെ ബോട്ടിലായിട്ട് കണ്ടല്ലോ അല്ലേ, നല്ലതല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ അല്ലേ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതായിരുന്നു മാളും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കണ്ടു. ഞാൻ പറയാനുള്ളത് സൈഡിൽ കൂടെ പറഞ്ഞേക്കാം. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? 2 വീട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഒരു കല്യാണം നടന്നതേ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കും അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മുടെ പരിപാടി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ ഇങ്ങനെ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അമ്മ, അതായത് രേഖാമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നേ, അവർക്ക് ജസ്റ്റ് ഒരു കടിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിറ്റയുടെയൊക്കെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ചിറ്റയും മാമനും ഒക്കെ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര പെട്ടെന്നല്ല ഒരു വർഷമൊക്കെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് ഫീലാവുന്നത്. വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്നാണ് സമയങ്ങളുടെയും ദിവസങ്ങളുടെയും ആ ഒരു പോക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മാളിക്കുട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എന്നതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല, എന്ത് തല പോകുന്ന കേസാണെങ്കിലും മാളിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാളു. അത്രയേ ഉള്ളൂ എനിക്ക് മാളിനെ കുറിച്ച് വിവരിക്കാനുള്ളേ. ഇതാണ് കേട്ടോ മാമനും അമ്മായിയും കൊച്ചും. പിന്നെ ഇത് ചിറ്റയാണേ. പിന്നെ ബാക്കി പിള്ളേരുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.